ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. ഞാനുമാണ്. ഇന്ന് നമുക്കൊരു ഹെയർ കെയർ ടിപ്പാണ് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. നല്ല ഈസി ആയിട്ട് നമ്മുടെ മുടിയുടെ കൊഴിച്ചിൽ പെട്ടെന്ന് ഒരു സെക്കൻഡിനുള്ളിൽ തീർക്കാൻ പറ്റിയ ഒരു റെമഡിയാണ് ഇത് ഒരു ദിവസം തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ ആ ഒരു എഫക്റ്റ് മനസ്സിലാകും. ഇത് നമ്മുടെ മറ്റൊന്നുമല്ല, ഉലുവയാണ്. ഉലുവ നമ്മൾ തലേന്ന് കുറച്ച് വെള്ളത്തിലൊഴിച്ച് അടച്ച് വെക്കുക. പിറ്റേന്ന് നമ്മൾ നോക്കുമ്പോൾ അത് നല്ല തിക്കായിട്ട് നല്ലൊരു ഫോമിലാണ്ട് ഇതുപോലെ ഇരിക്കും കേട്ടോ. നമ്മുടെ ഈ ഉലുവ എന്ന് പറയുന്ന സാധനമാണ് നമ്മുടെ മുടിക്ക് ഒന്നാമത്തെ ബെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഉലുവ തന്നെയാണ്. ഇതിനകത്ത് മറ്റൊന്നും ചേർക്കണ്ട. നമ്മൾ തലയിൽ എണ്ണ മാത്രം ഒഴിച്ചാൽ മതി. ഒരു സ്പൂൺ എണ്ണ ഒഴിക്കുക. അതെല്ലാം നമ്മൾ തലയിൽ എണ്ണ തേച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഈ പായ്ക്ക് മാത്രം മതി കേട്ടോ. ഇതെല്ലാം ഒന്ന് പിഴിഞ്ഞെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മളൊരു മിക്സിയുടെ ജാറിനകത്തിട്ട് നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കണേ. മുടി കൊഴിച്ചിൽ സ്വിച്ച് ഇട്ട പോലെ മുടി കൊഴിച്ചിൽ നിർത്താം എന്ന് പറയുന്നതാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. നിങ്ങളിത് തേക്കുന്നതിന് മുമ്പ് മുടി ഒന്ന് ചീകിയിട്ട് എത്ര മുടി കൊഴിഞ്ഞു പോയിട്ടുണ്ടോ എന്ന് നോക്കുക. അത് കഴിഞ്ഞ് ഇത് അപ്ലൈ ചെയ്ത് ഉണങ്ങി കഴിയുമ്പോഴും ഒന്ന് ചീകി നോക്കുക കേട്ടോ. ഈ ഒരു പരുവത്തിൽ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് പിന്നെ ഒരു കോട്ടൻ്റെ തുണി, നല്ല തോർത്തോ അല്ലെങ്കിൽ കോട്ടൻ്റെ ഏതെങ്കിലും വെള്ള തുണിയോ അതിനകത്തോട്ട് ഇട്ടിട്ട് നമുക്ക് നല്ലതുപോലെ പിഴിഞ്ഞെടുക്കണം കേട്ടോ. പിഴിഞ്ഞെടുത്തിട്ട് നമ്മുടെ തല ഞാൻ പറഞ്ഞല്ലോ, എണ്ണ തേക്കണം. എന്തായാലും നമ്മുടെ സ്കാൽപ്പിൽ എണ്ണ വേണേ. ആ ഒരു എണ്ണ നമ്മൾ തേച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഒഴിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ തലയിൽ എണ്ണ തേച്ചിട്ട്, ഞാനിവിടെ എണ്ണ തലയിൽ തേച്ച് വെച്ചിട്ടുണ്ട്. തേച്ച് വെച്ചതിന് ശേഷമാണ് ഞാനിത് അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ട് ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്, അരിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് തലയിലോട്ട് തേച്ച് കൊടുക്കാവേ. നമ്മുടെ ഓരോ മുടിയുടെ വതുപ്പെടുത്തിട്ട് ഓരോ വിരൽ വെച്ചിട്ട് അടുത്ത വതുപ്പ് നീക്കി നമ്മുടെ തലയോട്ടി ഫുള്ള് ഇത് തേച്ച് പിടിപ്പിച്ച് ഒന്ന് മസാജ് ചെയ്ത് നമ്മുടെ ഹെയറിലും ഫുള്ള് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇതൊരു അരമണിക്കൂർ തലയിൽ വെച്ചിട്ട് വാഷ് ചെയ്ത് കളയാം കേട്ടോ. ഉലുവയ്ക്ക് ചെറിയൊരു സ്മെല്ലുണ്ട്. ഇത് നമ്മൾ അരിച്ചെടുത്തുകൊണ്ട് അതിനകത്ത് അതിൻ്റെ തരികളൊന്നും തലമുടി നിൽക്കത്തില്ല. അഥവാ ഇതിൻ്റെ സ്മെല്ല് ഇഷ്ടമില്ലാത്തവർ മൈൽഡായിട്ടുള്ള ഒരു ഷാമ്പുവും തലയിൽ തേച്ച് കഴുകി കളയാം കേട്ടോ. നമ്മളെപ്പോഴും ഷാമ്പു ഉപയോഗിക്കുമ്പോൾ കുറച്ച് വെള്ളം ചേർത്തിട്ട് തലമുടി തേക്കുന്നതായിരിക്കും നല്ലത്. നേരിട്ട് അപ്ലൈ ചെയ്യുന്നതിനെക്കാട്ടി നല്ലത് അതാണ്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ നല്ലതുപോലെ ഓരോ വതുപ്പെടുത്ത് അതിനകത്ത് തലയോട്ടി തേച്ച് പിടിപ്പിച്ച് മസാജ് ചെയ്തിട്ട് അരമണിക്കൂർ കഴിഞ്ഞ് കഴുകിക്കളയും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് അനുഭവത്തിൽ വന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കാരണം എൻ്റെ മുടി കൊഴിച്ചിൽ പെട്ടെന്ന് നിർത്തിയ ഒരു സാധനം ഇതാണ്. ഞാൻ പിന്നെ ഇപ്പം മുടി കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. കാരണം വീണ്ടും ഹെയർ കെയർ ഞാൻ ചെയ്യാൻ പോവാണ്. അതുകൊണ്ട് കുറച്ച് കട്ട് ചെയ്തതിന് ശേഷമാണ് ഞാനത് ചെയ്യുന്നത്. ഇതിപ്പം ഉലുവയുടെ കൂടെ നമുക്ക് കറ്റർവാഴ ഉപയോഗിക്കാം, മുട്ട ഉപയോഗിക്കാം. പക്ഷേ മുട്ടയും ഉലുവയൊക്കെ എന്ന് വെച്ചാൽ പെട്ടെന്ന് മുടി ഡ്രൈ ആവും. അതുകൊണ്ട് രണ്ടും കൂടെ കോമ്പിനേഷൻ അല്ല, മുട്ട മാത്രമായിട്ടും ഉപയോഗിക്കാം. എന്തായാലും ഈ ഒരു പായ്ക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല സൂപ്പറാണ്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ ആദ്യം ഇത് ചീകി നിങ്ങളുടെ മുടി എത്രമാത്രം പൊഴിയുന്നുണ്ടെന്ന് നോക്കിയിട്ട് മാത്രം ഈ ഒരു പായ്ക്ക് അപ്ലൈ ചെയ്തിട്ട് പിന്നെ നിങ്ങളിതൊന്ന് ചീകി നോക്കുക. അപ്പം നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ മനസ്സിലാവും മുടിയുടെ കൊഴിച്ചിൽ നിൽക്കുന്നത്. അങ്ങനെ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ മുടി കൊഴിച്ചിലെല്ലാം മാറും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.